എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതലും ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു മൊമെൻറ്റാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻറ്റ്. സോ ഞങ്ങളുടെ എന്താ പറയുക ഇഷ്ടം ആ ലവ് മാരേജ് അതിപ്പോൾ കല്യാണത്തിൽ വന്ന് എത്തിയിരിക്കുകയാണ്. പുള്ളി ഒരു അടിപൊളി മനുഷ്യനാണ്. കാരണം ഞാൻ വൻ അലമ്പ് ഫുള്ള് വൈബ് അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ മൂപ്പര് ഭയങ്കര സൈലൻറ്റ്, പക്ഷേ എന്തിനും കട്ടക്ക് കൂടെ വയ്ക്കുന്ന ഒരാളാണ്. സോ ഐ ആം വെരി ഹാപ്പി. ലൈക്ക് ഞാൻ എന്താണോ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ ഈ മാരേജോടുകൂടി തന്നെ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള അല്ലാണ്ട് വേറൊന്നും ഇതിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സോ ഐ എം മൂപ്പറിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായ ഒരാളാണ്. ഒരു ബെസ്റ്റ് വിഷസ്, ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് എന്നുള്ളൊരു സാധനം അവിടെ നിന്നായിരിക്കും. ബിക്കോസ് എന്നെ ഹാൻഡിൽ ചെയ്യാൻ അതുപോലെ പാടാണ്. ഞാൻ അത്രയും എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഈ സൗണ്ട് പോലും ഇങ്ങനെ മാറിയിരിക്കുന്നത്. കല്യാണത്തിൽ അടിച്ചൊളിച്ച് ഇത്രയും ഫങ്ഷൻസിൽ നമ്മൾ അടിച്ചൊളിച്ചെന്ന് കാരണമാണ് ഈ ഒരു ഡേയിൽ ഇങ്ങനെ നിൽക്കുന്നതും. സോ ബെസ്റ്റ് വിഷസ് ഫോർ ഹിം, എത്ര എനിക്ക് പറയാനുള്ളൂ.
Dhum dhum ta na na, dhum dhum ta na na na. உலகம்
പൈതലിന്നാവേറുകൾ അൻപിൽ കളിയാടി ഇன்பം കുഴലൂതി നിന്നിൽ ചിറകാർന്നോരുണ്മതൻ വെൺപ്രാവുകൾ ചാരേ നിൻ ചുവടോർമകൾ ചായം പകരുന്നുവോ മാൻമിഴി റിമാ നിറയൂ നീ അകമേ ബാലേ അഴകേ അലയ കലമായി നീ
కలవరమై గుండెలో పరవశమో వరమై కళ్ళలో కలవరమై కలవరమో వరమే యువగా కళ్ళలో కలవరమై కలవరమై గుండెలో పరవశమే వశమై కళ్ళలో కలవరమై కలవరమై కలిగే కోరిక ఏకాంతాల చెరలో స్వేచ్ఛగా ఊహలే ఎన్నో కొంటె కథలే చెప్పగా ఆరాటాల ఒడిలో పాలుతూ ప్రాణమే ఆనందాల నిధికై చూడగా ఊరించే ఊసులు ఎన్నో ఉడికిస్తూ చంపుతుంటే ఆ తపనలోన తనువు తుళ్ళి పడుతుంటే పాలబుగ్గలోని తడుకులే వెన్ను పూసలోన వడుకులే కంటి పాపలోన కవితలా మారే చిన్ని మనసులోని పూవిన పసిడి బండెలోని
स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पवन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोगमे रामा कल्याण वैभोगमे भक्तजन परिपाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल भक्तजन परिपाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल सीता कल्याण वैभोगमे रामा कल्याण वैभोगमे सीता रामा कल्याण वैभोगमे राम कल्याण वैभोगमे ഇന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നൊരു ഡേ ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ആയാലും ഇവൻ്റെ ആയാലും ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല, അതിനപ്പുറത്തേക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന ലെവലിൽ തുടങ്ങിയതാണ്. പക്ഷേ സ്വന്തത്തിന് വേണ്ടൊരു ബന്ധത്തിനേക്കാളും സ്വന്തം അങ്ങനെയാണ് പറയാം. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് കാത്തിരുന്നൊരു മൊമെൻ്റാണ്. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു മൊമെൻ്റാണ്. അപ്പോൾ അവളെ പോലെ തന്നെ അല്ലെ അവളെക്കാൾ അവിടെ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ അത്ര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ലാവണ്യ ആയാലും വാസു ആയാലും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഇന്നിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു റോളല്ല നമ്മളിവിടെ ചെയ്യുന്നത്. മോർ ദാൻ എ ഫ്രണ്ട്, മോർ ദാൻ എ ബെസ്റ്റ് ഫ്രണ്ട്, ഷീ ഈസ് മൈ സിസ്റ്റർ ആൻഡ് ഷീ ഈസ് മൈ എവറിത്തിങ്. അതിപ്പം എനിക്കറിയാം, ഓരോ നിമിഷമായാലും അവൾ വിട്ട് മാറാൻ പോലും സമ്മതിക്കാതെ കൂടെ നിർത്തുന്നതാണ്. അപ്പം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ ടൂയിഷി എന്ന് വെച്ചാൽ എനിക്കറിയില്ല, അതിനൊരു ഡെഫിനിഷൻ അല്ല, ഒരു വാക്ക് പറയാൻ പറഞ്ഞാൽ അതിനൊരു വാക്കില്ല. സിംപ്ലി ഷീ ഈസ് മൈ എവറിത്തിങ് എന്നുള്ളതാണ്. അപ്പം അതേപോലെ തന്നെയാണ് വാസുവും. അതിപ്പോൾ വാസു പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കൊച്ചച്ഛനാണ്, എൻ്റെ കസിനാണ്. അപ്പം അവള് വീണ്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിലോട്ട് തന്നെ വരിക എന്ന് പറയുമ്പം ഡബിൾ സന്തോഷം എന്നുള്ളതാണ്. പിന്നെ ഇപ്പം നമ്മളൊരു ഫാമിലി പോലെയാണ്, ഞാനും അവള്, ഹരി, അനന്തൻ, ഹൃദ്യ, അഭിലാഷ്, ഒരു ഫ്രണ്ട്സ് ഗ്യാങ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളൊരു ഫാമിലിയാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഫാമിലിയിലായാലും അങ്ങനെ തന്നെയാണ്, കയറി ഇറങ്ങി ആ ഒരു ബന്ധമാണ്. അപ്പം ഇന്നിപ്പം ഇവളുടെ ഒരു കല്യാണം എന്ന് പറയുമ്പം സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. മിക്സ്ഡ് ഇമോഷൻസ് ആണ്.
എനിവേ ആളെന്ന് പറഞ്ഞാൽ ഇപ്പം കാണുമ്പോൾ അറിയാം വൈബിൻ്റെ അങ്ങേയറ്റമാണ്. എല്ലാ മോഡും പിടിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ലാവണ്യ. ഇപ്പം അവൾ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ പ്രസൻസ് അവിടെ അറിയിച്ചിരിക്കും എന്നുള്ളതാണ് ആളുടെ മെയിൻ. ഇപ്പം നമ്മൾ ഇത്രയും ഫ്രണ്ട്സാണ്, ഇപ്പം നമ്മൾ ബാക്കി എല്ലാവരും ഒരുമിച്ചുണ്ട്, പക്ഷെ അവളില്ലാന്ന രീതിയിൽ ആ ഒരു ഗ്യാങ് കംപ്ലീറ്റ് അല്ല. അവിടെ ആ ഒരു സൈലൻസ്, ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് അത്രേ ഉണ്ടാവും. അപ്പൊ ഈ എല്ലാത്തിൻ്റെ ഒരു നെടുന്തൂണെന്ന് പറയുന്നത് ആളാണ്. വിത്തൗട്ട് ഹെർ ബാക്കിയെല്ലാം ഒരു വാക്വം, ഒരു വേക്കൻ്റ് ആണ്. അപ്പം അവളെ പറ്റി പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടംപോലുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ 3ാം ക്ലാസ് തൊട്ടുള്ള കൂട്ടാണ്. 3ാം ക്ലാസ്സിൽ ഒരു സീറ്റിൽ ഒരുമിച്ചിരുത്തി തുടങ്ങിയ ഒരു ബന്ധമാണ്. ഇപ്പൊ പോയി ബെസ്റ്റ് ഫ്രണ്ട് മാറി, സിസ്റ്റർ മാറി, അതിലൊക്കെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ ആണ്, എന്താന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. അപ്പം അതേപോലെ തന്നെയാണ് വാസു എന്ന് പറയുന്നതും. മെയ്ഡ് ഫോർ ഈച്ച് അതറിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇവരെന്ന് പറഞ്ഞാൽ. ഒരു ഐഡിയൽ കപ്പിളാണെന്ന് വെച്ചാൽ അങ്ങനല്ല. അവൾ എന്താണോ, ലാവണ്യ എന്താണോ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് വാസു എന്ന് പറയുന്നത്. വാസു എന്താണോ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ലാവണ്യ. അപ്പം ഒരു പക്ക മെയ്ഡ് ഫോർ ഈച്ച് അതർ. അതങ്ങനെ ഈ താലി കിട്ടുന്ന നിമിഷത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവരെങ്ങനെയായിരുന്നു ഇതേപോലെ തന്നെ ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ പോട്ടെ. ഞങ്ങളും എപ്പോഴും ആവശ്യത്തിന് മാത്രമല്ല എല്ലാത്തിനും ഇന്ന് വരെ എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ ജീവിത അവസാനം വരെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. വി വിൽ ബി ദെയർ ഫോർ യു ഫോർ ഷുവർ. पवन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पवन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोग में रामा कल्याण वैभोग में सीता कल्याण वैभोग में रामा कल्याण वैभोग भक्तजन परिपाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल भक्तजन परिपाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल सीता कल्याण वैभोग में रामा कल्याण वैभोग में सीता रामा
ನೂರು ನೂರು ಕೋಟಿ ಜನುಮಗಳಿಗೂ ಗೆಳತಿ ಎಂದು ನೀನೆ ನನ್ನ ಒಲುಮೆ ಸಿರೆ ಒಡತಿ ಗಾಳಿ ಗಂಧದಲ್ಲಿ ಸೇರಿದಂತೆ ಸೇರಿ ಕಾಯುವೆ ನೆರಳಂತೆ ಅನವರತ ಸುಖ ತರುತ್ತಾ ಆಣೆಯ ಮಾಡುವೆ ನಿನಗೆದೋ ಹೃದಯದ ಅರ್ಪಣೆ ಮಾಂಗಲ್ಯಂ ತಂತು ನಾನೇನ ಮಮ ಜೀವನ ಹೇತುನಾ ಕಂಠೆ ಭಗ್ನಾಮಿ ಶುಭಗೆ ತ್ವಂ ಜೀವ ಶರದ ಶತಂ ಮಾಂಗಲ್ಯಂ ತಂತು ನಾನೇನ ಮಮ ಜೀವನ ಹೇತುನಾ ಕಂಠೆ ಭಗ್ನಾಮಿ ಶುಭಗೆ ತ್ವಂ ಜೀವ ಶರದ ಶತಂ ನೂರು ನೂರು ಕೋಟಿ ಜನುಮಗಳು ಬರಲಿ ಗೆಳೆಯ ಎಂದು ನಿನ್ನ ಒಲುಮೆ ಗರಿ ಇರಲಿ ಹಾಲು ಜನಿನಲಿ ಸೇರಿದಂತೆ ಸೇರಿ ಬಾಳುವೆ ಜೊತೆಯಂತೆ ಅನವರತ ನಗು ನಗುತ್ತಾ ಆಣೆಯ ಮಾಡುವೆ ನೀನಗಿದು ಪ್ರೀತಿಯ ನೀದಾನೆ ನೀದಾನೆ ವಿನಾ ಪೂರ್ಣ ನಾನೇನೆ ಉನ
உயிராகி உன்னை சேர்வேனே. நீதானே நீதானே வினா போனானே உனை தேடியே நான் வாழ்வேனே. உயிராகி உன்னை சேர்வேனே. காலையும் மாலையும் நான் தேடும் வாசம் நீ, நினைவாக என்னை சுற்றும் சுவாசம் நீ. கனவாகி போகா கனவான பாசம் நீ, தொலைவான போதும் தொலையாத நேசம் நீ. கண்ணீரில் நான் காணும் என் உயிர் நீ. ലാവുവിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാനാണ് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾ. ലിറ്ററലി പറയുവാണെങ്കിൽ ഐ എം ഹരിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഹരിയുടെ ഒരു കസിനാണ്. അപ്പോൾ അങ്ങനെ കയറി വന്നതാണ് ഈ ഗ്രൂപ്പിൽ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഫാമിലി പോലൊരാൾ എനിക്ക് ലൈഫിൽ ഉണ്ടാവുമെന്നും. ലൈക്ക് ഐ സ്റ്റിൽ കാൻ ബിലീവ് ലൈക്ക് മൈ ലിറ്റിൽ വേർഡ് ഈസ് ഗ്രോയിങ്. അത് ഭയങ്കരമായിട്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാവുവിൻ്റെ ആണെങ്കിലും വാസു ആണെങ്കിലും പിന്നെ വന്നതാണ്. ലൈക്ക് ഞാൻ ഇവരുടെ കയ്യിലേക്ക് വന്നതാണ്. കുറേ ആദ്യമായിട്ട് ഈ ഒരു ഗ്യാങ്ങിലേക്ക് ആദ്യമായിട്ട് ഒരു വർക്കല ട്രിപ്പിലാണ്. അന്നുണ്ടായ ഒരു ഓളത്തിൻ്റെ പുറത്താണ് ഇപ്പം ഈ കല്യാണത്തിൻ്റെ തലേദിവസം എനിക്കിപ്പം പ്ലേസ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇവിടെ വരുന്നത് ആ ഒരു ഓളത്തിൻ്റെ പുറത്ത് മാത്രം വന്നതാണ്. ആൻഡ് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വളർച്ച എന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഇത്രയും ഇവിടം വരെ ഇവരുടെ കൂടെ ഒരു ജേർണിയിൽ ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രദറായിട്ട് അവരുടെ കൂടെ പോകാൻ പറ്റുന്നത് പറ്റി. അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ അവർ അടിപൊളിയാണ്. ആക്ച്വലി അവരെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ കണ്ടേക്കുന്ന ലാവും വാസും കഴിഞ്ഞാൽ കിരിയും പമ്പും പോലെ ഇരിക്കും. പക്ഷേ ഒരു 5 ടീം അവർ മാറിയെന്ന് ഒരു ഇങ്ങനെ അവരവരുടെ ഒരു വേൾഡ് മറ്റേ കാര്യം പാരലൽ വേൾഡിൽ അവരവരുടെ പരിപാടിയൊക്കെ ആയിട്ട് ചില്ലായിട്ട് പോകുന്നുണ്ടാവും. കൈൻഡ് ഓഫ് ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഒരു പെങ്ങളെ പോലെ തന്നെയാണ്. പെങ്ങളെ പോലെ തന്നെയല്ല, പെങ്ങളാണ് ആക്ച്വലി. ആൻഡ് ഐ എം വിഷിംഗ് ബോത്ത് ഓഫ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. എല്ലാ ഹാപ്പിനെസ്സും എല്ലാം അടിപൊളിയായിട്ട് അവരുടെ ലൈഫിൽ ഫില്ലാവട്ടെ. ഹാപ്പി ആയിട്ട് പോട്ടെ. പീസ് ഔട്ട്. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരിയുടെ കൂട്ടുകാരി
അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ഞാൻ കോളേജ് കയറി അന്ന് മുതൽ ഞാൻ ഇവരുടെ ബോണ്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ലാവണ്യായിട്ട് കമ്പനി ആവുന്നത്. ഏത് നിമിഷം പറയുകയാണെങ്കിലും ദേവിക പറയുമ്പോൾ ലാവണ്യ ഹരി. ഞങ്ങളുടെ കോളേജിൽ എല്ലാവർക്കും ഇവരെല്ലാവരെയും അറിയാം. അത്രയും ഞങ്ങളും അവരുടെ ഒരു ഭാഗമായി എന്നുള്ളതാണ്. ലാവ്സ്, വാസു, ഹരി, ദാസ്, ഇത്രയും പേരൊരു കോംബോയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഞങ്ങളിപ്പോൾ കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ഇവരുടെ ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ആ ഒരു ബോണ്ട് എത്രത്തോളം നമുക്കറിയാം. അത് കണ്ട് കൊതിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ആ ഒരു ബോണ്ടിലേക്ക് ഞങ്ങൾക്കും അതിൽ കയറി പറ്റിയത് ഞങ്ങളായി ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു ബോണ്ടിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റിയത്. അപ്പം അവളുടെ കല്യാണം, അവളുടെ എൻഗേജ്മെൻറ്റ് എല്ലാം അത്രയും ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. അന്നും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ അന്ന് മുതൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊരു മൊമെൻ്റാണ് കല്യാണത്തിൻ്റെ അതിൻ്റെ തലേന്ന് ഹൽദി. ഗുരുവായൂർ പോകണം. ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ ഡ്രസ് കോഡ് എടുക്കണം, ഡ്രസ്സ് സെറ്റാക്കണം, കല്യാണം പൊളിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് അന്നേ തുടങ്ങിയതാണ്. അപ്പം ആ ഒരു മുഹൂർത്തമാണ് ഇപ്പം നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ ഒരുപാട് നാളത്തെ സ്വപ്നം സഫലീകരിച്ചൊരു മൊമെന്റ്. ഇത്രയും ഹാപ്പി ആയിട്ട് അവളെ കാണുന്നൊരു അടിപൊളി ഇതില് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് പൊളിയാണ്, വൈബാണ്. ഏത് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിലും ആള് വൈബാണ്. അതുപോലെ തന്നെ വാസു, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന വാസു, അവർ രണ്ടുപേരും വെയിറ്റ് ഫോർ ഈച്ച് അതർ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ എനിവേ ബെസ്റ്റ് വിഷസ് ഫോർ. ഇപ്പം നമ്മൾ കൊച്ചിയിലോട്ട് ഒരുമിച്ച് പഠിച്ചു തുടങ്ങിയതാണോ? അത് ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതി മാത്രമുള്ളായിരുന്നു ഒരു 10ാം ക്ലാസ് വരെയൊക്കെ. പക്ഷേ അത് കഴിഞ്ഞ് എപ്പോഴാണെന്ന് അറിയത്തില്ല. അതിപ്പം അവരുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ചെന്ന് കഴിയുമ്പം സ്വന്തം മോനെ പോലെ എന്നല്ല, മോനായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം ആ ഒരു ഇത് തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്സ് എന്നല്ല, ഒരു എന്താണ് പറയേണ്ടത്, അതൊരു ഇപ്പം രക്തബന്ധത്തിനേക്കാളും പല കണക്ഷൻ എനിക്ക് തോന്നിയേക്കുന്ന ഒരാൾ. അത് കഴിഞ്ഞിപ്പോൾ വാസുവിനെ പറ്റിയാണെങ്കിലും പറയുന്നത്, വാസു അതുപോലെ തന്നെയാണ്. ഞങ്ങൾ ഇപ്പോൾ ലാവണ്യ വഴിയാണ് വാസുവിലെത്തിയെങ്കിലും ഇപ്പോൾ ലാവണ്യ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സഹോദരി തന്നെയാണ് ലാവണ്യ എന്നുള്ളത്. പക്ഷേ അതുപോലെ സഹോദരൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ലാവണ്യ വഴി വാസുവിലെത്തി എന്നുള്ളൊരു സംഭവം ഇല്ല ഞങ്ങൾക്കിടയിൽ. എന്ന് വെച്ചാൽ വാസു അതുപോലെ തന്നെയാണ്. ഇപ്പം സത്യം പറഞ്ഞ ഒരു കുട്ടാ പൊട്ട ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ അങ്ങോട്ട് കുട്ടാന്നാണ് വിളിക്കുന്നത്. ഒരു ചേട്ടനല്ല, ഒരു ഫ്രണ്ടല്ല, ഒരു സഹോദരനല്ല. പക്ഷെ അതിൽ എല്ലാത്തിനും ഉപരി മേളിൽ നിൽക്കുന്ന ഒരാളാണ് വാസു എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഈ ഇതിൽ സന്തോഷമെന്നല്ലാതെ, സന്തോഷമല്ല ശരിക്കും. അത് ഇപ്പോൾ ഇത്ര പേര് പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തിരുന്ന ഒരു കല്യാണമാണിത്. അപ്പോൾ ഇതെല്ലാം മംഗളമായിട്ട് കഴിഞ്ഞതിലും എല്ലാത്തിലും ഭയങ്കര സന്തോഷമുണ്ട്. അതിപ്പം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് സന്തോഷം. ഒരു ജീവിതകാലം മുഴുവൻ ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നമുക്ക് ഇതുപോലെ എല്ലാവരും കൂടി ഒരുപോലെ മുന്നോട്ട് പോകാൻ പറ്റാട്ടെ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അവൾ വരും വസന്തമായി, ഇതൾ തൊടും വിലോലമായി, മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ, കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ, ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ, ഒഴുകാനുള്ളിലെ തേൻമതി, വിടരാനുള്ളിലെ വെൺമതി,
കേൾക്കാനായി ഉടലുണരുന്നു, ഉயிருണരുന്നു, വിരലുകൾ കോർക്കാൻ മൃദുമൊഴി